നമസ്കാരം, ബസേറ ചാനലിലേക്ക് സ്വാഗതം. പടരുന്ന ടൊമാറ്റോ ചെടികൾ കഴിഞ്ഞ തവണ ആദ്യമായി കൃഷി ചെയ്തതിൽ ഇതിൽ കാണുന്നത് പോലെ നല്ല വിളവ് ലഭിച്ചിരുന്നു. അതിനാൽ ഇത്തവണയും അതേ രീതിയിൽ പടരുന്ന ടൊമാറ്റോ കൃഷി അതേ സ്ഥലത്ത് തന്നെ ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചെടികൾ നടുന്ന രീതിയും അതിനുവേണ്ട മണ്ണിൻ്റെ ചേരുവകളും മറ്റും തുടർന്ന് വിവരിക്കുന്നു. ആദ്യത്തെ കൃഷി ചെയ്ത സ്ഥലം പുതിയ കൃഷിക്കായി ഒരുക്കുന്നതിൻ്റെ ഭാഗങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ടൊമാറ്റോ ചെടികൾ നടുവാൻ വേണ്ട മണ്ണിൻ്റെ ചേരുവകൾ ഈ പറയും പ്രകാരമാണ്. ചകിരിച്ചോറ് ഒരു ചട്ടി, ഉണക്കിപ്പൊടിച്ച ചാണകം ഒരു ചട്ടി, കുമ്മായമോ ഡോളോമേറ്റോ ഇതുപോലൊരു ചെറിയ പാത്രം, സ്യൂഡോമോണാസ് 100 ഗ്രാം, അടിസ്ഥാന വളമായി എല്ലുപൊടി 3 തരം പിണ്ണാക്കുകൾ എന്നിവ കൂട്ടി യോജിപ്പിച്ച വളം, ഒരു വാളൻ, പിന്നെ ഉണങ്ങിയ കരിയില. ഇത്രയും സാധനങ്ങളാണ് ചെടി നടുവാനുള്ള മണ്ണിൻ്റെ ചേരുവകളായി ഉപയോഗിക്കുന്നത്. ഇവ എല്ലാം കൂടി കഴിഞ്ഞ തവണ ടൊമാറ്റോ നട്ടിരുന്ന 3 ഗ്രോ ബാഗിലെ മണ്ണിനോട് കൂട്ടി യോജിപ്പിക്കുക. കഴിഞ്ഞ തവണ നട്ട അതേ സ്ഥലത്ത് തന്നെ ഇത്തവണയും നടുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി കഴിഞ്ഞ തവണ ഉപയോഗിച്ച ഗ്രോ ബാഗുകൾ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. 3 ഗ്രോ ബാഗിലെ മണ്ണ് ഇവിടെ ഇടുകയാണ്. അതിൽ ഇലയെല്ലാം പൊടിഞ്ഞ് കമ്പോസ്റ്റായ മാതിരി കിടക്കുന്ന കാണാം. നല്ല വളമായിട്ടുണ്ട്. ആദ്യമായി ഇതുപോലൊരു പാത്രം ഡോളോമേറ്റ് വിതറുക. നമ്മൾ കുറച്ച് സ്യൂഡോമോണാസ്, ഒരു 100 ഗ്രാമോളം സ്യൂഡോമോണാസ് ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇത് മതി. കപ്പലിൻ്റെ പിണ്ണാക്കൊക്കെ പൊടിയാത്തത് ഏകദേശം നന്നായിട്ട് പൊടിച്ചിടാൻ ശ്രമിക്കണം. അരോട്ടി പിണ്ണാക്കുണ്ട്, എല്ലുപൊടി. ഇനി ഇതിൽ നിന്ന് ഒരു വാളൻ എടുക്കുക. ഉണങ്ങിയ ചാണകപ്പൊടി ചേർക്കാം. നനച്ച ചകിരിച്ചോറ് ഒരു ചട്ടി, അതും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിതറാം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് ഇളക്കി ചേർക്കുക. കൃഷിക്ക് ഏറ്റവും ആവശ്യം വേണ്ടതെന്തെന്ന് വെച്ചാൽ അത് നിൽക്കുന്നതായ മണ്ണ് കൂടുതൽ നനവുള്ളതാകാതിരിക്കുക. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മണ്ണിൻ്റെ ഈർപ്പം മാർന്നു പോകാനായിട്ട് ഈ ഗ്രോ ബാഗുകളുടെ അടിയിൽ നമ്മൾ ഉണങ്ങിയ കരിയില നിക്ഷേപിക്കുക. ഒരു പകുതിയോളം, ഗ്രോ ബാഗിൻ്റെ പകുതിയോളം നമ്മൾ കരിയില നിക്ഷേപിക്കും. ഇതുപോലെ ഉണങ്ങിയ കരിയില നിക്ഷേപിക്കും. പോട്ടിംഗ് മിശ്രിതം നമ്മൾ വളരെ കുറച്ച് മാത്രം, ഇതേപോലെ 3 പിടി പോട്ടിംഗ് മിശ്രിതം ആദ്യം നിരത്തി ഇങ്ങനെ ഇടുക. ആദ്യത്തെ ഒരു പിടി, രണ്ടാമത്തെ ഒരു പിടി കൂടി ഇതേമാതിരി നിരത്തിയിടുക. എന്നിട്ട് ബാഗ് ഇങ്ങനെ ഒന്ന് കുടയുക. അപ്പോൾ അത് ശരിക്കും അതിൽ കൊണ്ടു. ഇനി മൂന്നാമത്തെ പിടി നമ്മൾ നടുക്കായിട്ട് നിക്ഷേപിക്കുക. ഇത് കണ്ട, ഇതേമാതിരി നടുക്കായിട്ട് നിക്ഷേപിക്കുക. എന്നിട്ട് ഇതിലാണ് നമ്മൾ ടൊമാറ്റോ തൈ നടേണ്ടത്. അപ്പോൾ താത്തി നടുമ്പോൾ ഏതാണ്ട് കരിയിലയുടെ ലെവൽ വരേക്കും മണ്ണ് മാറ്റിയിട്ട് ടൊമാറ്റോയുടെ തൈ അതിൽ നടുകയാണ് ചെയ്യുന്നത്. ഇനി നടുവാനുള്ള തയ്യെ ആ ട്രേയിൽ നിന്ന് നമ്മൾ പറിച്ചെടുക്കുക. ഇതുപോലെ അങ്ങനെ എടുത്ത് പോളി ബാഗിൽ വെച്ച്
സൈഡിലെ മണ്ണ് താഴേക്ക് ഇറക്കിയിട്ട് നന്നായിട്ട് അമർത്തി കൊള്ളിച്ചു വയ്ക്കുക. അങ്ങനെ 3 ബാഗിലും തൈകൾ. ഇത് പടരുന്ന ടൊമാറ്റോയുടെ തൈയാണ്. അത് തൈ ആയിരിക്കുമ്പോൾ മുതലേ ആ തൈ കണ്ടാൽ അറിയാം നമുക്ക് പടരുന്ന ഒരു നേച്ചറുണ്ട് ആ ടൊമാറ്റോയ്ക്ക്. തൈകൾ നട്ടതിന് ശേഷം അവ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ചെറിയ ഓരോ കുറ്റി, താൽക്കാലികമായിട്ട് ചെറിയ ഓരോ കുറ്റി, കുറച്ച് നാളത്തേക്ക് മതി. ഇത് കെട്ടാനായി ഉപയോഗിക്കുന്നത് വാഴവള്ളിയാണ് സാധാരണ. ടൊമാറ്റോ തൈക്ക് ക്ഷതം സംഭവിക്കാതിരിക്കാനായിട്ട് വാഴവള്ളി ഉപയോഗിച്ച് കെട്ടുന്നതാണ് നല്ലത്. ഉണക്കി സൂക്ഷിച്ച വാഴവള്ളി വെള്ളത്തിൽ നനച്ച് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് കമ്പിനോട് ചേർത്ത് കെട്ടാവുന്നതാണ്. ലൂസായിട്ട് കെട്ടണം, ടൈറ്റായിട്ട് കെട്ടണ്ട. ഇങ്ങനെ ലൂസായിട്ട് ഓരോ തൈകളും കെട്ടുക. കവറുകൾ സ്ഥിരമായി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക. വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കുക. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തൈകൾ വളർന്നു തുടങ്ങിയാൽ അവയ്ക്ക് പടർന്നു കയറാൻ വേണ്ട വിധത്തിൽ ഈ കാണുന്നത് പോലെ കമ്പുകൾ നാട്ടി മുകളിൽ ഒരു പന്തൽ തീർത്ത് അതിൽ പടർത്തി വളർത്തുക. ആവശ്യാനുസരണം വളപ്രയോഗവും കീടനിയന്ത്രണവും നടത്തുക. നല്ല ഒരു ടൊമാറ്റോ വിളവ് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.